എല്ലാം രാഷ്ട്രീയമാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിരിക്കെ ഇന്ന് മനോഹരമായ ഒരു ചിരിയുടെ നല്ല രാഷ്ട്രീയവും നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും പോകാം. സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ പാണക്കാട് എന്നതും തങ്ങൾ കുടുംബം എന്നതുമൊക്കെ വലിയ ഒരു മതേതര ചിഹ്നമായി മാറുന്നുണ്ട്. ഉത്തമ ഉദാഹരണമാണ് തൃക്കരിപ്പൂരിൽ നിന്ന് സന്ദീപ് വാര്യരും തവനൂരിൽ നിന്ന് VS ജോയിയെയും ഒക്കെ വിജയിപ്പിച്ചെടുത്തത്. ഈ രണ്ട് MLA-മാരും ഇന്ന് ലീഗിനോടും പാണക്കാട് കുടുംബത്തോടും ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ടെന്ന് പറയുകയും ചെയ്തു. വെള്ളാപ്പള്ളി വലിയ വർഗീയതയുടെ വിത്തുകൾ പാകിപ്പോയി എങ്കിലും അതൊന്നും പക്ഷെ ഏറ്റില്ല. ഈ ഒരു മതേതര കൂട്ടായ്മയുടെയും രാഷ്ട്രീയ സൗഹൃദത്തിന്റെയും ഏറ്റവും പുതിയ കാഴ്ചകൾക്കാണ് ഇന്ന് പാണക്കാട് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ദൃശ്യങ്ങൾ ഈ കെട്ടുറപ്പിന്റെ നേർചിത്രമാണ്. വെറുമൊരു രാഷ്ട്രീയ സന്ദർശനത്തിനപ്പുറം പാണക്കാട് കുടുംബവുമായി തനിക്കുള്ള 4 പതിറ്റാണ്ടിലേറെ നീളുന്ന ദീർഘകാലത്തെ ആത്മബന്ധം രമേശ് ചെന്നിത്തല ഇവിടെ സ്മരിക്കുകയുണ്ടായി. തന്റെ 28ാം വയസ്സിൽ ആദ്യമായി മന്ത്രിയായപ്പോൾ അന്ന് ശിഹാബ് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങി പ്രവർത്തനം തുടങ്ങിയ ആ പഴയ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു. തങ്ങൾമാർക്കും കോൺഗ്രസിനും ഇടയിലുള്ള ശക്തമായ പാലമായി നിലകൊള്ളുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾമാരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങളെല്ലാം കുഞ്ഞാലിക്കുട്ടി വഴിയാണ് സംസാരിക്കാറുള്ളതെന്നും ആഭ്യന്തരമന്ത്രി തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി എന്നോണം കേരള സർക്കാർ മയക്കുമരുന്നിനെതിരെ നടത്തുന്ന വലിയ പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സാദിഖ് അലി തങ്ങളെ അദ്ദേഹം തൂഫാൻ വാരിയറായി പ്രഖ്യാപിക്കുകയും ബാഡ്ജ് ധരിപ്പിക്കുകയും ചെയ്തു. മയക്കുമരുന്നിനെതിരായ ഈ ക്യാമ്പയിൻ തങ്ങൾ തന്റെ പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പള്ളികളിലൂടെയും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ പങ്കാണ് വഹിക്കുന്നത്. വരാനിരിക്കുന്ന ലീഗ് യോഗങ്ങളിലും ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. വർഗീയ വിഭജനങ്ങൾ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു നാടിന്റെ നന്മയ്ക്കും യുവതലമുറയുടെ സംരക്ഷണത്തിനുമായി കൈകോർക്കുന്ന ഈ സൗഹൃദവും ചിരിയുമാണ് ഇന്നത്തെ ഏറ്റവും മനോഹരമായ രാഷ്ട്രീയം. ചില ആളുകൾ കുത്തി നടക്കുന്നുണ്ട്. ചീഫ് അപ്പൊ ഒന്നുകൊണ്ട് ബിഷപ്പ്മാരെപ്പോഴും കുത്തി നടക്കുന്നു. നാളത്തെ യോഗത്തിൽ രമേശ് ജി ഇവിടെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളുടെ ഒരു ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇദ്ദേഹം KSTയുടെ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം കോളേജിൽ പിന്നെ MSFൻ്റെ ആളുകളെ കാണാനായിരിക്കും അദ്ദേഹം വരിക. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ പാണക്കാട്ടേക്ക് വന്നിട്ടുണ്ട് ജ്യേഷ്ഠനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാലം തൊട്ട് തന്നെയുള്ള ബന്ധമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങൾ കല്യാണത്തിന് വന്നിരുന്നില്ല, മാത്രമല്ല മന്ത്രിയായതിനു ശേഷം ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ആ നിരക്ക് വളരെ സന്തോഷമുണ്ട് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ് തൂഫാൻ മയക്കുമരുന്നിനെതിരായുള്ള പോരാട്ടം തങ്ങൾ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ്. പ്രസംഗങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും ഒക്കെ എല്ലാവരും ഏറ്റെടുത്തൊരു ക്യാമ്പയിനാണത്. കുറ്റകൃത്യങ്ങളൊക്കെ കുറയുക എന്ന് പറഞ്ഞാൽ വലിയ ശതമാനം അല്ലേ. ഞങ്ങളെ സംഭാഷണ വിഷയം അതായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ ശരിയായി. ഇന്നത്തെ സംഭാഷണ വിഷയം മുഴുവൻ തൂഫാൻ്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതായി. ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. ഈ പാലായി തുടരാൻ ഇനിയും കഴിയുന്നില്ല. തങ്ങന്മാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചോളൂ.